ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 29 ഏപ്രിൽ 2021 ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെക്കുറിച്ചും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് ഇൻഫർമേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ദിവസം നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ന് Q4 റിസൾട്ട് വരുന്ന കമ്പനികളിലേക്കാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ബജാജ് ഓട്ടോ, ടൈറ്റൻ കമ്പനി, അംബുജ സിമൻസ്, അവാജ് ഫിനാൻസിയേഴ്സ്, അഗ്രോടെക് ഫുഡ്സ്, AU സ്മാൾ ഫിനാൻസ് ബാങ്ക്, അതുകൂടാതെ ദാൽമിയ ഭാരത്, മോട്ടിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസ്, ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ്, സ്റ്റെർലൈറ്റ് ടെക്നോളജീസ്, ടാറ്റ കോഫി, സെൻസർ ടെക്നോളജി തുടങ്ങിയ കമ്പനികളുടെ Q4 റിസൾട്ടാണ് ഇന്നത്തെ ദിവസം വരുന്നത്. ഇതുകൂടാതെ പ്രീവിയസ്ലി Q4 റിസൾട്ട് വന്ന കമ്പനികളുടെ Q4 റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റും നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസിൻ്റെ Q4 റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ 2020 Q4 ഈ കമ്പനി 274 കോടി രൂപയുടെ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. കമ്പനിയുടെ ഇപ്പോഴത്തെ Q4 റിസൾട്ടിൽ കമ്പനി 299 കോടി രൂപയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂ ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. ഇയർ ഓൺ ഇയറിൽ 4397 കോടിയിൽ നിന്നും റവന്യൂ 4073 കോടിയിലേക്ക് ഡിക്ലൈനായി. SIS അഥവാ സെക്യൂരിറ്റി ആൻഡ് ഇൻ്റലിജൻസ് സർവീസിൻ്റെ Q4 റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനികളിലും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതായത് 2020 Q4 ഈ കമ്പനി 3.9 കോടി രൂപയുടെ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ കമ്പനി 102 കോടി രൂപയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2280 കോടിയിൽ നിന്നും റവന്യൂ 2445 കോടിയായി മാറിയിട്ടുണ്ട്. KSBയുടെ Q4 റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 10.9 കോടിയിൽ നിന്നും 43.9 കോടിയായി ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. റവന്യൂ 287 കോടിയിൽ നിന്നും 381 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ലോസ് മേക്കിംഗ് കമ്പനിയായ ബോംബെ ഡൈ ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ലോസ് കൂടിയിട്ടുണ്ട്. അതായത് 2020 Q4 ഈ കമ്പനിയുടെ ലോസ് 48.57 കോടിയായിരുന്നു. ഇപ്പോൾ അത് 166.74 കോടിയായി മാറിയിട്ടുണ്ട്. റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂ 313 കോടിയിൽ നിന്നും 497 കോടിയായി ഉയർന്നിട്ടുണ്ട്. GHCLൻ്റെ Q4 റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 79.89 കോടിയിൽ നിന്നും 104.19 കോടിയായിട്ടാണ് കമ്പനിയുടെ പ്രോഫിറ്റ് മാറിയത്. റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 713 കോടിയിൽ നിന്നും 813 കോടിയായി കമ്പനിയുടെ റവന്യൂ വർദ്ധിച്ചു. KPIT ടെക്നോളജീസിൻ്റെ Q4 റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. 42.97 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 47.04 കോടിയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 517 കോടിയിൽ നിന്നും 540 കോടിയിലേക്ക് കമ്പനിയുടെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. വിവിധ കമ്പനികളിലെ സ്റ്റേക്ക് ഹോൾഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം. പ്രമുഖ ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പായ സ്മാൾ ക്യാപ് വേൾഡ് ഫണ്ട് EPLൻ്റെ 62 ലക്ഷം ഷെയറുകൾ 221 രൂപ 51 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ സെയിൽ ചെയ്തിട്ടുണ്ട്. ഗായത്രി ഹൈവേസ് ഹോൾഡ് ചെയ്യുന്ന KKR റോഡ്വേസിൻ്റെ 36% സ്റ്റേക്കുകൾ ഗായത്രി ഹൈവേസ് കൊട്ടക് സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ടിലേക്ക് സെൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കൊട്ടക് സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ടും ഗായത്രി ഹൈവേസും തമ്മിലുള്ള ഓൺ ടൈം സെറ്റിൽമെൻറ്റ് സ്കീം പ്രകാരം ഏകദേശം 1.71 ലക്ഷം രൂപയ്ക്കാണ് KKR റോഡ്വേസിൻ്റെ 36% സ്റ്റേക്കുകൾ കൊട്ടക് സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ടിലേക്ക് സെൽ ചെയ്യുന്നത്. ഇന്ത്യ മാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ മാർട്ടിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ ട്രേഡ് സീൽ ഓൺലൈൻ എന്ന കമ്പനി ഷിപ്പിംഗ് വേ ടെക്നോളജിയുടെ 26% സ്റ്റേക്കുകൾ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആൾറെഡി ഷിപ്പ് വേ എന്ന കമ്പനിയുടെ 22% സ്റ്റേക്കുകൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് ട്രേഡ് സീൽ ഓൺലൈൻ എന്ന കമ്പനി. അതുകൂടാതെ പ്രിസമെക്സ് ഗ്ലോബൽ വെഞ്ചർ എന്ന കമ്പനി ടി മാർട്ടിൻ്റെ 51% സ്റ്റേക്കുകൾ അക്വിസിഷൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ടെജേരിയ പോളി പൈപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനിക്ക് ഒലീരിയ ഫുഡ്സ് ആൻഡ് ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും ഒരു വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ട്രൈഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രൈഡൻറ്റ് റീസെൻ്റ്ലി അതിൻ്റെ ഫണ്ട്
റൈസ് ചെയ്യുന്നതിന് വേണ്ടി 50 കോടി രൂപയുടെ കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസിൽ നല്ലൊരു പ്രൈസ് ഹൈക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രമുഖ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായ HSBC ഗ്ലോബൽ എന്ന കമ്പനി ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ 11 ലക്ഷം ഷെയറുകൾ ബൈ ചെയ്തതാണ്. ഇതുവഴി ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസിൽ HSBC ഗ്ലോബലിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 5.08% ഉയർന്നിട്ടുണ്ട്. ഇനി സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചൈന സ്റ്റീൽ പ്രൊഡക്ട്സിന് മുകളിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ലോക്ക്ഡൗൺ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി മഹാരാഷ്ട്ര 15 ദിവസം കൂടി ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 3 മെയ് 2021 വരെ ഗോവ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഹരിയാനയിലെ മാരുതിയുടെ പ്രൊഡക്ഷൻ പ്ലാന്റ് ടെമ്പററി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം രാജ്യത്ത് ഓക്സിജൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹരിയാനയിലെ മാരുതി അവരുടെ പ്ലാന്റ് ടെമ്പററി ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിവിധ കമ്പനികളുടെ റേറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആൽഫ ജിയോ എന്ന കമ്പനിക്ക് നാഷണൽ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ ലോങ് ടൈം ബാങ്കിങ് ഫെസിലിറ്റീസിന് BBB+ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതായത് നെഗറ്റീവ് ഔട്ട്ലുക്കോട് കൂടിയുള്ള റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഷോർട്ട് ടൈം ബാങ്കിങ് ടൈംസിന് A2 എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ICRA HALന് പോസിറ്റീവ് A++ അല്ലെങ്കിൽ സ്റ്റേബിൾ ഔട്ട്ലുക്കാണ് നൽകിയിരിക്കുന്നത്. സൊമാറ്റോയുടെ IPO റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സൊമാറ്റോയുടെ IPOയുടെ വാല്യൂ, അതായത് ഇൻഫോ എഡ്ജിൻ്റെ വാല്യൂ ആയിട്ട് കാൽക്കുലേറ്റ് ആയിരിക്കുന്നത് അറൗണ്ട് 7 മുതൽ 9 ബില്യൺ ഡോളറാണ്. അതായത് പ്രീവിയസ് റൗണ്ട് വാല്യുവേഷനേക്കാൾ ഉയർന്ന വാല്യുവേഷനാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്